ഒരു കുടുംബം എന്ന നിലക്ക് അവനവന്റെ സ്വന്തം കുടുംബത്തിലെ വിള്ളലുകളെ വിളക്കി ചേർക്കുക എന്നതിന് നമ്മൾ ആദ്യം മുൻകൈ എടുക്കണം. കുഴപ്പമില്ലാതെ നമ്മളെ കുടുംബത്തെ കൊണ്ടുപോകണം. അതിന്റെ ഭദ്രത കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി ഓരോരുത്തരും അവനവന്റെ കുടുംബത്തിൽ നടപ്പാക്കേണ്ട പരിപാടികൾ നടപ്പാക്കണം. അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, നമ്മളൊന്ന് പരസ്പരം മിണ്ടി പറഞ്ഞു ഇരിക്കുന്ന സ്വഭാവം നമ്മൾ തിരിച്ചു പിടിക്കണം. അത് നമ്മളെല്ലാവരുടെ കുടുംബത്തിനും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇന്ന് എല്ലാവരും പൊരയിലുണ്ടെങ്കിലും ആരെയും നമുക്ക് കാണാൻ കിട്ടുമോ? അല്ല, മക്കള് ഓല റൂമിൽ കയറി വാതിലടിച്ച് ഓല് മാന്താണ്. മീൻ പാപ്പി അപ്പുറത്തുനിന്ന് മാന്തി കുത്തിർക്കുന്നുണ്ട്. ഓരോരുത്തരും മൊബൈൽ എടുത്ത് അതിൽ കളിച്ച് ഒറ്റക്കൊറ്റക്കാണ്. കുടുംബത്തിൽ ആരും കൂട്ടം പറയുന്ന ഒരു സ്വഭാവം ഒന്നില്ല. പഴയ കാലത്ത് നമുക്ക് ഈ കുന്തം കയ്യിലില്ലാത്തതുകൊണ്ട് എന്ത് സുഖം ഉണ്ടായിനി? എല്ലാവരും ഒന്ന് ഇറങ്ങി വന്നിട്ട് ഒരു വർത്താനം പറയണതുണ്ട്. ആ സംസാരവും കൂടിയിരുത്തവും നഷ്ടപ്പെട്ടതാണ് കുടുംബത്തിന്റെ സ്നേഹവും ബന്ധവും നഷ്ടപ്പെട്ടു പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരല്പസമയെങ്കിലും കുടുംബങ്ങൾ ഒന്നിച്ചിരുന്ന് സംസാരിക്കാൻ നമ്മൾ ശ്രമിക്കണം. അതിൻ്റെ കൂടെ തന്നെ ഒരു നേരം നമ്മൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കണം. നമ്മളെല്ലാവരും പുരയിൽ എന്ത് വേണം? ഒരു നേരം ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക. അത് രാവിലെ ഉച്ചയൊന്നും നമുക്ക് നടക്കൂല. കാരണം രാവിലെ നമ്മൾ നീക്കണതിന് മുമ്പ് 6 മണിക്ക് തന്നെ കുട്ടികൾ മദ്രസക്ക് അങ്ങോട്ട് പോയിട്ടുണ്ടാവും, കഴിഞ്ഞ് സ്കൂളിൽ പോയിട്ടുണ്ടാവും. ഉച്ചക്ക് അവരവിടെയാണ്, നമ്മൾ പണിസ്ഥലത്താണ്. അപ്പൊ ഈ 2 നേരം നമുക്ക് ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റൂല. രാത്രി നമ്മൾ എന്ത് ചെയ്യണം? ഒന്നിച്ച് ഭക്ഷണം കഴിക്കണം. അത് നമ്മളെ കുടുംബ പാർലമെന്റിൽ ഒരു നിയമം പാസ്സാക്കുക. എല്ലാ ദിവസവും 8:30 മണിക്ക് നമ്മൾ ഭക്ഷണം കഴിക്കുമെന്ന് പറയാം. ഇശാന്റെ ജമാഅത്ത് കഴിഞ്ഞാൽ ഉടനെ ആഹാരം കഴിക്കാം. രാത്രിയിലെ ഭക്ഷണം വൈകി കഴിക്കുന്ന നല്ലതല്ല, പരമാവധി നേരത്തെ കഴിക്കലാണ് നല്ലത്. അപ്പൊ 8:30 മണിക്ക് എല്ലാവരും വീട്ടിലെത്തണം എന്ന് നമ്മൾ ഒന്നിച്ച് തീരുമാനം എടുത്ത അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒന്ന്, നമ്മളെ ചെറുപ്പക്കാരായ കുട്ടികളൊക്കെ അങ്ങാടിയിൽ അലഞ്ഞു തിരിയണത് നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും 8:30 മണിയാകുമ്പോൾ ഭക്ഷണത്തിന് വരണല്ലോ എന്ന് കരുതി അവര് നേരത്തെ വീട്ടിലേക്ക് വരും. അപ്പൊ രാത്രിയുടെ ഇരുട്ടില് വഴിതെറ്റിപ്പോകാനുള്ള സാധ്യത നമ്മളെ കുടുംബത്തിലെ കുട്ടികൾക്ക് ഉണ്ടാവില്ല. രണ്ടാമത്, നമ്മളിങ്ങനെ കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ മൂത്ത ജ്യേഷ്ഠനതാ പൊരിച്ച വലിയ മീനിന്റെ കഷ്ണം ചെറിയ അഞ്ചനാട്ട് ഇട്ട് കൊടുക്കാണ്, മറ്റോ ചോറ് ഇങ്ങോട്ട് കോരി ഇട്ട് കൊടുക്കാണ്, വാപ്പ അങ്ങോട്ട് ഇട്ട് കൊടുക്കാണ്. അങ്ങനെ ഈ പരസ്പരം ഭക്ഷണം അങ്ങോട്ടും ഇങ്ങോട്ടും വാരിയും കോരിയിട്ട് കൊടുക്കണേലൊക്കെ വലിയ സൗഹൃദവും മാനസികമായ ശക്തമായ ഒരു ബന്ധവും ഉണ്ടാവും. അതോടൊപ്പം തന്നെ നമുക്ക് കുടുംബകാര്യങ്ങളൊക്കെ അത്യാവശ്യമുള്ളതൊക്കെ പറയാനും വാപ്പക്കും ഉമ്മക്കും ഉപദേശിക്കാനുള്ളത് ഉപദേശിക്കാനും ഇതിനൊക്കെ ഉള്ള ഒരു അവസരമാണ്. ഇങ്ങനെ അവനവന്റെ കുടുംബത്തിൽ ഒരു സ്നേഹവും സൗഹൃദവും ബന്ധവും ഊട്ടിയുറപ്പിക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം.